ജമീല, ജമീല, ഞാൻ പുറത്ത് പോയിട്ട് വരാം. ജമീല, വേലക്കാരെ കാര്യമാണ്, അത് നമ്മൾ നോക്കിക്കോളാം. എന്തായാലും ഈ വീടിനെ വേലക്കാരി നീ ഇന്നത്തേക്കാളും വിട്ടുക. നാളത്തേക്ക് നമുക്ക് എല്ലാം ശരിയാക്കാം. പിന്നെ ജമീല, ആ എന്ത് കൂടി നമ്മൾ സാധിച്ചത്? സ്വർണ്ണമാല, പട്ടുസാരി, അത് വനങ്ങളിൽ പോയി സിംഹത്തിന്റെ രൂപം മറിച്ച് മോചനം ഉണ്ടാക്കാനല്ലേ പോയിരുന്നു? പൂവമ്മളോ? പിന്നെന്താ, അങ്ങനെ കൊന്നല്ല, ഒരു പൂവപ്പഴം വാങ്ങുന്നില്ല. മറക്കാനോ? ഈ കരയിൽ പൂവപ്പഴം കിട്ടിയില്ലെങ്കിൽ ഞാൻ പുഴക്കക്കരെ പോയി വാങ്ങി വരും. വാദന്റെ മനം തൊട്ടിട്ടാണോ ഇവിടേക്കാണ് നടന്നത്? ജമീല, ജമീല, ഇവിടുത്തെ നാളിൽ പോകാൻ കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ കരക്കക്കരെ പോയി പഴം തേടി കുറെ നടന്നു. തിരിച്ചു വരാനേച്ചാണില്ല, തോണിക്കാരൻ പോയിട്ടുണ്ട്. പിന്നെ ഇച്ചിയുടെ ഒറ്റക്കാരൻ കരുതി ഞാൻ പുഴ നീന്തിങ്ങ പോകും. നല്ല ഒഴക്കുണ്ടായിരുന്നു, കുറെ ബുദ്ധിമുട്ടി. പക്ഷേ ഈ പൊതിയിൽ ഞങ്ങൾ കഴിയില്ല. ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ. ഞാൻ പറഞ്ഞ സത്യമാ. പൂവമ്പഴം എവിടെയും കിട്ടാനില്ല. ഞാൻ കുറെ തിരഞ്ഞു. അങ്ങനെ പറയണ്ടേ ചെയ്യില്ല. നീ ഓറഞ്ച് കഴിക്കേ, ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ. ഇജ്ജ് പിണങ്ങനെ ജമീല, നീ ഓറഞ്ച് കഴിക്കേ. എന്റെ മഹാറാണികളോട് നീ ഞാൻ നീ നമുക്ക് അത് എടുക്കാനല്ലേ പറഞ്ഞത്? പിന്നടി അങ്ങനെയല്ല, തൊഴിൽ സാവധാനം പിന്നടി. ഞാനാരാണ്? നിന്റെ ആരാണ്? എന്ത് എനിക്ക് വേലക്കാരി വേണം? എന്താണ് ഇങ്ങനെ ഒന്നുകൂടെ പറഞ്ഞത്? ബഷീറിന്റെ ജയിലനുഭവമാണ് നല്ലത്. മദീനത്തെ സ്ത്രീ തടവുകാരുടെ ജയിലിലെ നാരായണനെ ബഷീർ പരിചയപ്പെടുന്നു. സമ്മാനങ്ങളും ഹൃദയവും കൈമാറുന്നു. ബഷീർ എഴുതിയ പ്രേമകഥകളിൽ വെച്ച് ഏറ്റവും അസാധാരണമായ ഒരു പ്രേമകഥയായിരുന്നു മതിലുകൾ. ബഷീർ എളിയ തോതിൽ എഴുത്തുകാരാണ്. രണ്ടര കൊല്ലം തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ച, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. സുന്ദരമായ പേര്. വയസ്സ്? സുന്ദരമായ വയസ്സ്. കണ്ണല്ലേ? അപ്പോ കൊലക്കുറ്റമാണല്ലേ?
വന്നിട്ട് ഒത്തിരി നാളായോ? നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. നാരായണി എങ്ങനെയാണ് ഇവിടെ റോസാച്ചിൽ വന്നത്? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പനിനീർച്ചെടികളും ഞാൻ നാരായണിക്ക്. ഓ, എന്തൊരു ചോദ്യമാണ് നാരായണി. തരുവോ? നാരായണി, അവിടെ തന്നെ നിൽക്കണേ. ഞാൻ ഇപ്പം കൊണ്ടുവരാം. കേട്ടോ? ഈ കഥയിലെ ഇതിലിരിക്കാം സമൂഹത്തിലെ കൊള്ളത്തല്ലാതെ ആദ്യരൂപത്തിൽ അവതരിപ്പിച്ച വിശ്വവിഖ്യാതമായ മുക്കിന്റെ കഥാപാത്രമാണ് ഇവിടെ എത്തുന്നത്. ഈ മൂക്ക് ഒറിജിനലാണോ? ഈ കൃതി ഒരു മാമ്പഴം പോലെയോ ചക്കര നൊടിയും പോലെയോ ആസ്വദിച്ചിട്ടുണ്ട്. ആസ്വാദക മനസ്സിൽ ഇന്നും എന്നും ഒളിമങ്ങാത്ത ഓർമ്മയായി പാത്തുമ്മയും ആണ് ഇതാ നമുക്കിടയിലേക്ക് എത്തുന്നു. ഇതേ പാത്തുമ്മ